നമുക്കിന്ന് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യാൻ വെച്ചാലോ? കാര്യത്തിലോട്ട് കിടക്കാം. ക്രിസ്മസ് അല്ലേ, അപ്പോൾ പ്ലം കേക്ക് ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷനാണ്. ഞാനിവിടെ പ്രൂൺസ്, ചെറീസ്, അതുപോലെ കറുത്ത കുരുവില്ലാത്ത ഉണക്കമുന്തിരി, ടൂട്ടി ഫ്രൂട്ടി ഇതൊക്കെയാണ് എടുത്തിട്ടുള്ളത്. ഷുഗർ സിറപ്പിലൊന്നും കോട്ട് ചെയ്യാത്ത പക്കയായിട്ട് ഡ്രൈ ചെയ്തെടുത്ത ഫ്രൂട്ട്സ് വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് വേറെയും ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കാം. ഞാൻ ഇതൊക്കെയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് കുനുകുനാന്ന് ചോപ്പ് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഒരു ഗ്ലാസ് ജാറിലാക്കാം. അത് ഞാൻ സ്പൂൺ കൊണ്ടൊക്കെ ആക്കി പിന്നെ നടക്കൂലെന്ന് തോന്നി. ഇപ്പം ഞാൻ കൈ വെച്ചിട്ട് എല്ലാം കൂടെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ ജാറിൻ്റെ ഉള്ളിലോട്ട് ഗ്ലാസ് ജാർ തന്നെ എടുക്കണം. ഇനി നമുക്ക് റമ്മാണ് വേണ്ടത്. ബ്രാൻഡി, റം, ഇതിലേത് വേണമെങ്കിലും എടുക്കാം. ഇപ്പം ആൽക്കഹോൾ ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ക്രാൻബെറി ജ്യൂസിലോ ഓറഞ്ച് ജ്യൂസിലോ സോക്ക് ചെയ്യാം. പക്ഷേ ഇപ്പോഴല്ല, കേക്ക് ഉണ്ടാക്കുന്നതിന് ഒരു 1 hour മുമ്പേ സോക്ക് ചെയ്താൽ മതിയായിരിക്കും. ഇതെല്ലാം കൂടെ ഒരു സ്പൂൺ വെച്ച് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ഡ്രൈ ഫ്രൂട്ട്സ് നമ്മുടെ ഈ റമ്മിൽ ഇമ്മേഴ്സ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ വേണം സോക്ക് ചെയ്യാൻ വെക്കാം. കണ്ണെന്തെങ്കിലും ഇതുപോലെ വെക്കണം, എന്നാൽ മാത്രമാണ് അതിൻ്റെ എക്സാക്റ്റ് ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ.